ൊപ്പം സംവിധായകൻ ആഷിഖ് അബു ചേരുകയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ ആഷിഖ് അബു. ഫെഫ്ക ഇപ്പോൾ ഇരകൾക്കൊപ്പം നിൽക്കും, ഇരകൾക്ക് നിയമസഹായം ഉറപ്പാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായ ഒരു നിലപാടെടുക്കുന്നതിൽ ഇത്രയും ദിവസം കാണിച്ച ഒരു അവധാനതയില്ലായ്മ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ച സമയത്ത് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സംഗതി എന്നെ ആശ്ചര്യപ്പെടുത്തിയതും സമൂഹത്തോട് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും നിറവേറ്റാൻ ഒരു തൊഴിലാളി സംഘടന നേതൃത്വം തയ്യാറാവുന്നില്ല എന്നുള്ളത് എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയൊരു സംഗതിയാണ്. ഇത് ഞാൻ അവരുടെ ഭാരവാഹികളെയൊക്കെ വിളിച്ചു ചോദിക്കുന്ന സമയത്ത് കിട്ടുന്ന ഉത്തരം മാധ്യമങ്ങളോടും നാട്ടുകാരോടൊന്നും നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല, റിപ്പോർട്ടിന്മേലുള്ള അക്കാഡമിക് ആയിട്ടുള്ള ചർച്ചകളാണ് ഇവിടെ വേണ്ടത് എന്നുള്ള മുട്ടായുക്തി ന്യായമാണ്. ഒരു അംഗം എന്നുള്ള നിലയ്ക്ക് ആ കാര്യത്തിൽ സംഘടന സ്വീകരിക്കുന്ന നിലപാടിൽ എനിക്ക് അങ്ങേയറ്റം പ്രതിഷേധമുണ്ട്. അത് അവരെ അറിയിച്ചിട്ടുണ്ട്. മിണ്ടാതിരിക്കുന്നത്, മൗനിയായിരിക്കുന്നത്, ഇത് കൂടുതൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ആളുകളല്ലല്ലോ ഇവരാരും. അപ്പോ ഇവിടെ നടക്കുന്ന അതിക്രൂരമായിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിനോട് മൗനം, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതികരിക്കേണ്ട കാര്യങ്ങളാണ് അതിനകത്ത് നടന്നത്. ഇപ്പോ ഇവര് തരുന്ന വിശദീകരണ കുറിപ്പിൽ വൈകാരിക പ്രതികരണങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളതാണ്. കേരള സമൂഹം ഇതിനെ വൈകാരികമായിട്ടാണ് കാണുന്നത്. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഇവിടെ നടക്കുന്ന സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് നടത്തുന്ന ഈ പ്രശ്നങ്ങളോടും ഈ അക്രമങ്ങളോടും വൈകാരികമായി തന്നെയാണ് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒരിക്കലും അവസാനിപ്പിക്കാൻ പറ്റില്ല. വൈകാരിക പ്രശ്നം തന്നെയാണ്. ഇതൊന്നും കണ്ടു നിൽക്കാൻ മനുഷ്യർക്കും പറ്റില്ല. ശ്രീ ആഷിഖ് അബു, നോക്കൂ, സംവിധായകൻ രഞ്ജിത്ത്, സംവിധായകൻ VK പ്രകാശ്, സംവിധായകൻ ശ്രീകുമാർ മേനോൻ, ഈ 3 പേർക്കുമെതിരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ആരോപണങ്ങളാണ്. അത് പരാതിയായി പോകുന്നു. VK പ്രകാശിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടിട്ടാണ് പരാതിക്കാരി റിപ്പോർട്ടറിലൂടെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വന്നത്. അവർക്ക് നേരിട്ടത് എന്താണ്? അവരൊരു എൻട്രിക്കായി വന്നതാണ്. അവർക്ക് അവസാനം സെറ്റിൽ ചെയ്യാൻ 10,000 രൂപയും കൊടുത്തവരെ പറഞ്ഞു വിടുകയാണ്. അർദ്ധരാത്രിയിൽ 2 മണി കഴിഞ്ഞാണ് അവർക്ക് പോകാൻ അവർ ഭയന്ന് പോവുകയായിരുന്നു. 24 വയസ്സോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ അവർക്കന്ന്. അങ്ങനെ ഈ മേഖലയിലേക്ക് വരുന്ന പെൺകുട്ടികളെ അവർക്ക് അവസരം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അവരെ ചൂഷണത്തിനിരയാക്കുന്ന ചൂഷകരെ തുറന്നു കാട്ടേണ്ട ഒരു ബാധ്യതയിൽ നിന്ന് എങ്ങനെയാണ് B ഉണ്ണികൃഷ്ണനെ പോലെ ഒരാൾക്ക് മാറി നിൽക്കാൻ കഴിയുക? അങ്ങനെ മാറി നിൽക്കുന്നതോടെ ചൂഷകർക്കൊപ്പമാണ്, അല്ലെങ്കിൽ പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണ് അയാൾ എന്ന ആരോപണം ബലപ്പെടുകയല്ലേ? ശ്രീ ആഷിഖ് അബു, അദ്ദേഹത്തിന്റെ ടെലിഫോൺ ലൈനിൽ ചെറിയ തകരാറുണ്ടായിട്ടുണ്ട്. ശ്രീ ആഷിഖ് അബു, കേൾക്കാമോ? ആഷിഖ് അബു, ഇപ്പോൾ പ്രതിഷേധം ഫെഫ്കയെ അറിയിച്ചിരിക്കുന്നു. സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വവും നിറവേറ്റാൻ എന്തുകൊണ്ട് ഫെഫ്ക നേതൃത്വം തയ്യാറാകുന്നില്ല? മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട ബാധ്യതയില്ല എന്നത് വാദത്തിന് വേണ്ടി പറയാമെങ്കിലും എവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ നിലപാട്, അഭിപ്രായം രേഖപ്പെടുത്തിയത്? പൊതുജനത്തിന് അത് അറിയേണ്ട ബാധ്യതയില്ലേ? അവർ സ്വീകരിക്കുന്ന നിങ്ങളുടെ സിനിമകൾ, ആ സിനിമകൾ കാണുന്ന ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം എന്തുകൊണ്ട് നിറവേറ്റുന്നില്ല എന്ന ചോദ്യം സംഘടനയ്ക്കുള്ളിൽ ഉന്നയിക്കപ്പെടേണ്ടതാണ്. അത് ഉന്നയിച്ചോ എന്നതാണ് അറിയേണ്ടത്. ക്രിമിനൽ കുറ്റം നടന്നിട്ടുണ്ട്. ക്രിമിനൽ കുറ്റം ചെയ്ത ആളുകളെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നത് ശരിയാണോ എന്നതും സംഘടന ചർച്ച ചെയ്യേണ്ടതാണ്. 10 പേജുള്ള കത്താണ് B ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ മറ്റ് ജനറൽ സെക്രട്ടറിമാർക്ക് അയച്ചിരിക്കുന്നത്. എന്നിട്ട് മറ്റ് യൂണിയനുകളുടെ, റൈറ്റേഴ്സ് യൂണിയന്റേതടക്കം അഭിപ്രായം അതിൽ ആരാഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് അയച്ചിരിക്കുന്നു. ആ കത്തിൽ മാത്രം നിൽക്കേണ്ടതാണോ ഈ കാര്യങ്ങൾ? അതിലാണ് നമുക്ക് ആഷിഖ് അബുവിന്റെ പ്രതികരണം വേണ്ടത്. ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അത് സാമൂഹികമായ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവാദിത്തത്തോടെയുള്ള പ്രതികരണമാണ് ഫെഫ്കയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. B ഉണ്ണികൃഷ്ണനെ നമുക്ക് കണക്ട് ചെയ്യേണ്ടതാണ്. ഇക്കാര്യത്തിൽ B ഉണ്ണികൃഷ്ണൻ എന്താണ് പറയാനുള്ളത് എന്നതും അറിയണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 19-ാം തീയതി പുറത്തു വന്നതാണ്. ഇന്ന് ഇതുവരെ ഇക്കാര്യത്തിൽ ഈ കത്തയക്കുന്നതിനപ്പുറം ഒരു നയരൂപീകരണത്തിലേക്ക്, ഇപ്പോൾ നിയമസഭാ സഹായം ഉറപ്പാക്കും അതിജീവിതർക്ക് എന്ന് പറയുമ്പോഴും അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം എന്ന് പറയുന്നത് സമൂഹത്തോട് നിങ്ങൾ കാട്ടുന്ന പ്രതികരണമില്ലായ്മ തന്നെയാണ്. അതുകൊണ്ട് ആ പ്രതികരണമില്ലായ്മ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന കുറ്റകരമായ ഒരു മൗനമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ സംഘടനയ്ക്കാകെ ഒരേ നിലപാട്
നിലപാടാണോ? AMMയിൽ നമ്മൾ കണ്ടു, AMMയിൽ എല്ലാവർക്കും അതേ നിലപാടായിരുന്നില്ല. ഔദ്യോഗിക നേതൃത്വത്തോട് ഇനിയും മൗനം പാലിച്ചിരിക്കാൻ കഴിയില്ല എന്ന് അംഗങ്ങൾ പറഞ്ഞപ്പോഴാണ്, ജനറൽ ബോഡി ഉടൻ വിളിക്കണമെന്നാവശ്യപ്പെട്ടപ്പോഴാണ് 506 അംഗങ്ങളുള്ള AMM എന്ന താരസംഘടനയ്ക്ക് ചരിത്രത്തിൽ ഇല്ലാത്തവണ്ണം അവർക്കൊന്നാകെ കൂട്ടമായി രാജിവെച്ച് പുറത്തേക്ക് പോകേണ്ടി വന്നത്. ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിക്ക് ചുമതല കൊടുത്തുകൊണ്ട് മുഖം രക്ഷിക്കുന്ന നടപടിയിലേക്ക് അവർ കടന്നിരിക്കുന്നു. പക്ഷേ ഫെഫ്കയിൽ അംഗങ്ങളായ ആളുകൾക്കെതിരെ, രഞ്ജിത്തിനെതിരെ ബംഗാളി നടിയുടെ പരാതി അത് ഒഫീഷ്യൽ കംപ്ലൈന്റായി വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയുള്ള സ്പർശനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി ഫെഫ്കയിൽ അംഗമായ സംവിധായകൻ രഞ്ജിത്തിനെതിരെ നിലവിലുണ്ട്. VK പ്രകാശ് എന്ന സംവിധായകനെതിരെ യുവ കഥാകൃത്തിന്റെ പരാതി അത് DGPക്ക് ഇമെയിലായി ചെന്നിട്ടുണ്ട്. അതിലും ലൈംഗികോദ്ദേശത്തോടു കൂടിയുള്ള സ്പർശനമാണ്, അതും ക്രിമിനൽ കുറ്റമാണ്. 2 പേർക്കെതിരെ പരാതി വന്നിരിക്കുന്നു. മൂന്നാമത്തെ ആൾ ശ്രീകുമാർ മേനോനെതിരായ പരാതിയുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായി വരേണ്ടതുണ്ട്. ശ്രീകുമാർ മേനോനെതിരെയും ആരോപണം ഉന്നയിച്ചത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ്. അവർ ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നതും വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും 2 പേർക്കെതിരെ പരാതികൾ കൃത്യമായി അന്വേഷണ സംവിധാനങ്ങൾക്ക് മുന്നിലേക്ക് വന്നു നിൽക്കുമ്പോഴും അവർ ആ സംഘടനയിൽ തുടർന്നുകൊണ്ട് അന്വേഷണം നേരിട്ടാൽ മതി എന്ന നിലപാടാണോ ഫെഫ്കയ്ക്കുള്ളത്? അതാണ് നമുക്ക് അറിയേണ്ടത്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ കാത്തിരിക്കുന്നത്.